ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും IT അരീക്കോട് ഫിറ്റർ ഫസ്റ്റ് ഇയർ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ഗ്യാസ് വെൽഡിംഗ് എക്യുപ്മെൻറ്റ് ആൻഡ് ആക്സസറീസ് എന്ന ടോപ്പിക്കിലാണ് എടുക്കുന്നത്. എൻ്റെ പേര് രാധാകൃഷ്ണൻ, അരീക്കോട് ITയിലെ സീനിയർ ഇൻസ്ട്രക്ടറാണ്. അപ്പോൾ എന്താണ് ഓക്സി അസെറ്റിലിംഗ് വെൽഡിംഗ് എന്ന് നോക്കാം. ഓക്സി അസെറ്റിലിംഗ് വെൽഡിംഗ്, പോപ്പുലർലി നോൺ ആസ് എ ഗ്യാസ് വെൽഡിംഗ്, ഈസ് സിമ്പിൾ, ചീപ്പ് ആൻഡ് ഈസി ടു ഓപ്പറേറ്റ്. അപ്പം ഓക്സി അസെറ്റിലിംഗ് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് ഇതിന് ഗ്യാസ് വെൽഡിംഗ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. നമുക്ക് ആർക്ക് വെൽഡിംഗ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുകൂടി എളുപ്പത്തിൽ നമുക്ക് ഗ്യാസ് വെൽഡിംഗ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ദ ഹീറ്റ് ഇൻപുട്ട് ക്യാൻ ബി ക്ലോസ്ലി കൺട്രോൾഡ് ടു വെൽഡ് ഈവൻ തിനി കമ്പോണൻസ്. അപ്പോൾ ഈ ഹീറ്റ്, ഇതിൽ കൊടുക്കുന്ന ഹീറ്റ് നമുക്ക് ശരിയായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് വാതകത്തിൻ്റെ അളവ് നിയന്ത്രിച്ച ശേഷം ശരി കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇത് ഉപയോഗിച്ച് വളരെ കനം കുറഞ്ഞ മെറ്റൽ വരെ നമുക്ക് വെൽഡ് ചെയ്യാൻ പറ്റും. ഇൻ ഓക്സി അസെറ്റിലിംഗ് വെൽഡിംഗ് പ്രോസസ്, ദി മെറ്റൽ ഈസ് ഹീറ്റഡ് ബൈ ആൻ ഇൻറ്റൻസ് ഫ്ലെയിം പ്രൊഡ്യൂസ്ഡ് ബൈ ദ ബേണിംഗ് പ്രോപ്പർലി ക്വാണ്ടിറ്റി ഓഫ് ഓക്സിജൻ ആൻഡ് അസെറ്റിലിംഗ് അറ്റ് ദി ടിപ്പ് ഓഫ് വെൽഡിംഗ് ടോർച്ച്. അപ്പം ഈ ഓക്സി അസെറ്റിലിംഗ് വെൽഡിംഗ് പ്രോസസ്സിൽ നമുക്ക് മെറ്റൽ 3300 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ചൂട് നമുക്ക് ഇതിൽ സാധാരണ രീതിയിൽ ഉണ്ടാകും. ഇത് ഈ ചൂടിൽ ഓക്സിജനും അസെറ്റിലിനും മിക്സ് ആവുകയും ആ മിക്സ് ഒരു ഫ്ലെയിമായിട്ട് മാറുകയും അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ചൂട് ഉപയോഗിച്ച് ഇത് ഉരുക്കുകയും ചെയ്യുന്നു. ഫ്ലെയിം ഈസ് ഡയറക്റ്റഡ് ടുവാർഡ്സ് ദി വെൽഡ് ലൊക്കേഷൻ to melt the metal to be joined and are fused together, thus producing weld. ഈ ഇത്രയും ചൂടിലുള്ള ഒരു ഫ്ലെയിം, ഒരു തീജ്വാല നമുക്കൊരു വെൽഡ് ചെയ്യേണ്ട മെറ്റലിൻ്റെ അടുത്ത് വെക്കുകയും ഈ സമയത്ത് മെറ്റൽ ഉരുകുകയും അത് തമ്മിൽ ജോയിൻ ആവുകയും ചെയ്യുന്നു. ഇപ്പോൾ ഓക്സി അസെറ്റിലിൻ്റെ ഒരു പിക്ചർ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. അടുത്തായിട്ട് ഗ്യാസ് വെൽഡിങ് എക്യുപ്മെൻറ്റ്സ്. ഗ്യാസ് വെൽഡിങ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സിന് എന്തൊക്കെ വരും നോക്കാം. ചിത്രം ശ്രദ്ധിക്കുക, എന്തൊക്കെ പാർട്സ് അതിനുള്ളതെന്ന്. ദ പ്രിൻസിപ്പൽ ഫങ്ഷൻ ഓഫ് ഓക്സി അസെറ്റിലിംഗ് വെൽഡിംഗ് എക്യുപ്മെൻറ്റ് ഈസ് ടു സപ്ലൈ ഓക്സി അസെറ്റിലിംഗ് ഗ്യാസ് മിക്സർ ഇൻ ദ കറക്റ്റ് റേഷ്യോ ടു വെൽഡിംഗ് ടിപ്പ് അറ്റ് ദി കറക്റ്റ് റേറ്റ് ഓഫ് ഫ്ലോ ആൻഡ് വെലോസിറ്റി. അപ്പം ഒരു ഓക്സി അസെറ്റിലിംഗ് വെൽഡിംഗ് എക്യുപ്മെൻറ്റിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറഞ്ഞാൽ ഓക്സിജനും അസെറ്റിലിംഗ് കൂടിയുള്ള ഒരു മിക്സർ നമ്മൾ വെൽഡിംഗ് ടിപ്പിലേക്ക് സപ്ലൈ ചെയ്യുകയും അത് കറക്റ്റ് ഫ്ലോ അല്ലെങ്കിൽ കറക്റ്റ് വെലോസിറ്റിയിൽ അത് സപ്ലൈ ചെയ്യുകയാണ് ഒരു ഗ്യാസ് വെൽഡിംഗ് എക്യുപ്മെൻറ്റിൻ്റെ പ്രധാന കർത്തവ്യം. ഇനി ഒരു ഗ്യാസ് വെൽഡിംഗ് എക്യുപ്മെൻറ്റ്സിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ട് അതിൻ്റെ കമ്പോണൻസ്: ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ, അസെറ്റിലിൻ ഗ്യാസ് സിലിണ്ടർ, ഓക്സിജൻ പ്രഷർ റെഗുലേറ്റർ, അസെറ്റിലിൻ പ്രഷർ റെഗുലേറ്റർ, ഓക്സിജൻ ഗ്യാസ് ഹോസ് ബ്ലാക്ക് ഗ്രീൻ, അസെറ്റിലിൻ ഗ്യാസ് ഹോസ് മെറൂൺ, വെൽഡിംഗ് ടോർച്ച്, ബ്ലോ പൈപ്പ് വിത്ത് സെറ്റ് ഓഫ് നോസിൽസ് ആൻഡ് ഗ്യാസ് ലൈറ്റർ, trolleys for transportation. For oxygen acetylene cylinder, a set of keys and spanners, filler rod and fluxes, protective clothing for welder, leather apron, gloves, goggles. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഒരു ഗ്യാസ് വെൽഡിംഗ് എക്യുപ്മെൻറ്റിൻ്റെ പ്രധാനമായിട്ട് ഭാഗങ്ങൾ. ആദ്യം നമുക്ക് 2 സിലിണ്ടേഴ്സ് വേണം. അത് ഓക്സിജൻ സിലിണ്ടറും അസെറ്റിലിൻ സിലിണ്ടറും. പിന്നെ അതിൽ പ്രഷർ കൺട്രോൾ ചെയ്യാനുള്ള പ്രഷർ റെഗുലേറ്റേഴ്സ് വേണം. അതുപോലെ ഇത് വെൽഡിംഗ് ബ്ലോ പൈപ്പിലേക്ക് കൊടുക്കുന്ന 2 ഹോസസ് വേണം. പിന്നെ വെൽഡിംഗ് ടോർച്ച് വേണം. സിലിണ്ടർ കയറ്റി വെക്കുന്ന ട്രോളീസ് വേണം. പിന്നെ അത് തിരിക്കുന്ന അതിൻ്റെ റെഗുലേറ്റർ തിരിക്കുന്ന സ്പാനേഴ്സ് വേണം. പിന്നെ ഫ്ലക്സ്, ഫില്ലർ റോഡും ഫ്ലക്സൊക്കെ വേണം. ഓക്കെ, അടുത്തൊരു ഓരോന്നായിട്ട് പരിശോധിക്കാം. ഫസ്റ്റ്, ഓക്സിജൻ ഗ്യാസ് സിലിണ്ടേഴ്സ്. ദി ഓക്സിജൻ ഗ്യാസ് സിലിണ്ടേഴ്സ് റിക്വയർഡ് ഫോർ ഗ്യാസ് വെൽഡിംഗ് ഈസ് സ്റ്റോർഡ് ഇൻ ബോട്ടിൽ ഷേപ്പ്ഡ് സിലിണ്ടേഴ്സ്. ഇതിൽ ഈ ഓക്സിജൻ സാധാരണ ഒരു ബോട്ടിൽ ഷേപ്പ്ഡ് സിലിണ്ടേഴ്സിലാണ് നിറയ്ക്കുന്നത്. ദീസ് സിലിണ്ടേഴ്സ് ആർ പെയിൻറ്റഡ് ഇൻ ബ്ലാക്ക് കളർ. ഈ സിലിണ്ടർ സാധാരണ ഇതിൽ ഓക്സിജൻ്റെ ബ്ലാക്ക് കളറാണ് ഇതിന് കൊടുക്കാറ്. ഓക്സിജൻ സിലിണ്ടേഴ്സ് കാൻ ബി സ്റ്റോർ ഗ്യാസ് ടു എ കപ്പാസിറ്റി ഓഫ് 7 മീറ്റർ ക്യൂബ് വിത്ത് ദി പ്രഷർ റേഞ്ച് ഫ്രം 120 to 150 kg/cm². ഈ ഓക്സിജൻ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ സാധാരണ ഇതിൽ 7 മീറ്റർ ക്യൂബിലാണ് പ്രഷറിലാണ് നിറയ്ക്കൽ. എന്നാൽ ഇത് 120 മുതൽ 180 kg/cm വരെ നിറയ്ക്കാനുള്ള പവറുള്ളതാണ് ഈ ഓക്സിജൻ സിലിണ്ടേഴ്സ്. ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ വാൾവ്സ് ആർ റൈറ്റ് ഹാൻഡ് ത്രെഡഡ്.
ഓക്സിജൻ ഗ്യാസ് സിലിണ്ടറിൻ്റെ സാധാരണഗതി റൈറ്റ് ഹാൻഡ് ത്രെഡഡ് എന്നാണ് പറയുന്നത്. നമുക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിക്കുമ്പോൾ ഇത് ടൈറ്റ് ആവുകയാണ് ചെയ്യുന്നത്, അതാണ് റൈറ്റ് ഹാൻഡ് ത്രെഡ്. എന്നാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിക്കുമ്പോൾ ഒരു ത്രെഡ് ലൂസ് ആവുന്നുണ്ടെങ്കിൽ അത് ലെഫ്റ്റ് ഹാൻഡ് ത്രെഡാണ്. അപ്പം ഓക്സിജൻ ഉപയോഗിക്കുന്നത് റൈറ്റ് ഹാൻഡ് ത്രെഡാണ്. ഓക്കെ, അടുത്തായിട്ട് ഡിസോൾവ്ഡ് അസറ്റിൻ സിലിണ്ടർ. ഡിസോൾവ്ഡ് ആണ്, അത് നമുക്ക് വാതകമായിട്ടല്ല സൂക്ഷിക്കുന്നത്, അത് നമുക്ക് അതിൽ ലിക്വിഡായിട്ടാണ് അസറ്റിലിൻ സിലിണ്ടർ സാറ് സൂക്ഷിക്കുന്നത്. ദി അസറ്റിലിൻ ഗ്യാസ് യൂസ്ഡ് ഫോർ ഗ്യാസ് വെൽഡിംഗ് ഈസ് സ്റ്റോർഡ് ഇൻ സ്റ്റീൽ ബോട്ടിൽസ് പെയിൻറ്റഡ് ഇൻ മെറൂൺ കളർ. അസറ്റിലിൻ സൂക്ഷിച്ചിരിക്കുന്ന സിലിണ്ടറിൻ്റെ കളർ മെറൂൺ കളറാണ് ഉള്ളത്. ദി നോർമൽ സ്റ്റോറിംഗ് കപ്പാസിറ്റി ഓഫ് സ്റ്റോറിംഗ് അസറ്റിലിൻ ഇസ് ഡിസോൾവ്ഡ് സ്റ്റേറ്റ് ഈസ് 6 മീറ്റർ ക്യൂബ് വിത്ത് ദി പ്രഷർ റേഞ്ചിങ് ബിറ്റ്വീൻ 15 to 16 കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഇതിന് സാധാരണ സ്റ്റോറിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇതിന് 6 മീറ്റർ ക്യൂബ് വരെയാണ് ഇത് ചെയ്യുന്നത്. എന്നാൽ അതിൻ്റെ പ്രഷർ റേഞ്ചിങ് എന്ന് പറഞ്ഞാൽ 15 to 16 കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പം സാധാരണ ഇതിൽ ഓക്സിജൻ അപേക്ഷിച്ചിട്ട് കുറഞ്ഞ പ്രഷറിലാണ് ഇത് നിറയ്ക്കാറ്. അടുത്ത പ്രഷർ റെഗുലേറ്റേഴ്സ്. പ്രഷർ റെഗുലേറ്റേഴ്സ് ശ്രദ്ധിക്കുക, അതിന് 2 മീറ്റർ നിന്ന് കാണാൻ പറ്റും. അത് ഒന്ന് സിലിണ്ടർ പ്രഷർ ഗേജും ഒന്ന് വർക്കിംഗ് പ്രഷർ ഗേജുമാണ്. സിലിണ്ടർ പ്രഷർ ഗേജ് ആണ് സിലിണ്ടറിൻ്റെ ഉള്ളിൽ എത്ര വാതകം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. വർക്കിംഗ് പ്രഷർ ഗേജ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് അതിന് ഗ്യാസ് വെൽഡിംഗ് ടോർച്ചിലേക്ക് എത്ര വാതകം ഹോസിനോട് കൂടെ കൊടുക്കുന്നുണ്ട് അത് അറിയാൻ വേണ്ടിയിട്ടാണ് വർക്കിംഗ് പ്രഷർ ഗേജ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ പ്രഷർ റെഗുലേറ്റർ എന്താണെന്ന് നോക്കാം. ദിസ് ഈസ് യൂസ്ഡ് ടു റെഡ്യൂസ് ദ ഓക്സിജൻ സിലിണ്ടർ gas pressure according to the required working pressure to control the flow of oxygen at a constant rate to the blow pipe. അപ്പോൾ ആദ്യം ഓക്സിജൻ പ്രഷർ റെഗുലേറ്റർ എന്താണെന്ന് നോക്കുക. ഓക്സിജൻ പ്രഷർ റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ ആ റെഗുലേറ്റർ എന്ന് പറയുമ്പോൾ തന്നെ അത് നമ്മൾ എത്രയാണോ ടോർച്ചിലേക്ക് കൊടുക്കുന്ന പ്രഷർ, ആ പ്രഷർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരിതാണ് റെഗുലേറ്റർ. റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഓക്സിജൻ പ്രഷർ റെഗുലേറ്റർ. ആ ബ്ലോ പൈപ്പിലേക്ക് എത്തേണ്ട പ്രഷർ കൺട്രോൾ ചെയ്യുന്നു. ദ ത്രെഡഡ് കണക്ഷൻസ് ആർ റൈറ്റ് ഹാൻഡ് ത്രെഡഡ്. ഓക്സിജൻ്റെ ആയതുകൊണ്ട് തന്നെ അത് റൈറ്റ് ഹാൻഡ് ത്രെഡാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് അസറ്റിലിൻ റെഗുലേറ്റർ. അസറ്റിലിൻ ഉപയോഗിക്കുന്ന റെഗുലേറ്ററെ പറ്റി പറയുന്നത്, ആസ് വിത്ത് ദി കേസ് ഓഫ് ഓക്സിജൻ റെഗുലേറ്റർ ദിസ് ഈസ് ആൾസോ യൂസ്ഡ് ടു റെഡ്യൂസ് ദ സിലിണ്ടർ ഗ്യാസ് പ്രഷർ ടു ദ റിക്വയർഡ് വർക്കിംഗ് പ്രഷർ ആൻഡ് ടു കൺട്രോൾ ദ ഫ്ലോ ഓഫ് അസറ്റിലിൻ ഗ്യാസ് അറ്റ് എ കോൺസ്റ്റന്റ് റേറ്റ് ടു ബ്ലോ പൈപ്പ്. അപ്പോൾ ഓക്സിജൻ്റെ റെഗുലേറ്റർ പോലെ തന്നെ ഇതും ഉപയോഗിക്കുന്നത് ഒരു സിലിണ്ടറിൻ്റെ ഗ്യാസ് പ്രഷർ ഒരു വർക്കിംഗ് പ്രഷറായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. സിലിണ്ടറിൻ്റെ പ്രഷർ അതേ രൂപത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അസറ്റിലിൻ റെഗുലേറ്ററും ഉപയോഗിച്ചിരിക്കുന്നത്. ദ ത്രെഡഡ് കണക്ഷൻസ് ആർ ലെഫ്റ്റ് ഹാൻഡഡ്. ഇതിന് ലെഫ്റ്റ് ഹാൻഡ് ത്രെഡാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഫോർ ക്വിക്കലി ഐഡൻറ്റിഫൈങ് ദ അസറ്റിലിൻ റെഗുലേറ്റർ എ ഗ്രൂവ് ടു കട്ട് കോർണേഴ്സ് ഓഫ് ദി നെറ്റ്. അപ്പോൾ അസറ്റിലിൻ റെഗുലേറ്റർ ആണെന്ന് പെട്ടെന്ന് അറിയാൻ വേണ്ടി അതിൻ്റെ നെറ്റിൻ്റെ കോർണറിലൊക്കെ ചെറിയ ഗ്രൂവ് കട്ട് ചെയ്തിരിക്കും. അടുത്തതായിട്ട് പറയുന്നത് റബ്ബർ ഹോസ് പൈപ്സ് ആൻഡ് കണക്ഷൻസ്. നമുക്ക് സിലിണ്ടറിൽ നിന്ന് ബ്ലോ പൈപ്പിലേക്ക് കൊടുക്കുന്ന ഇതാണ് റബ്ബർ ഹോസസ്. ദീസ് ആർ യൂസ്ഡ് ടു ക്യാരി ഗ്യാസ് ഫ്രം ദി റെഗുലേറ്റർ ടു ദി ബ്ലോ പൈപ്പ്. ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് റെഗുലേറ്ററിൽ നിന്ന് ബ്ലോ പൈപ്പിലേക്ക് ഗ്യാസ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പൈപ്പ് ഉപയോഗിക്കുന്നത്. ദീസ് ആർ മെയ്ഡ് ഓഫ് സ്ട്രോങ് ക്യാൻവാസ് റബ്ബർ ഹാവിങ് ഗുഡ് ഫ്ലെക്സിബിലിറ്റി. ഇത് സാധാരണയായി ഉണ്ടാക്കിയിരിക്കുന്നത് ക്യാൻവാസ് റബ്ബർ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല ഫ്ലെക്സിബിലിറ്റി ഇതിനുണ്ട്. ഹോസ് പൈപ്സ് വിച്ച് ക്യാരി ഓക്സിജൻ ആൻഡ് ബ്ലാക്ക് ഇൻ കളർ ആൻഡ് ദി അസറ്റിലിൻ ഹോസസ് ആർ മെറൂൺ ഇൻ കളർ. അപ്പോൾ ഇതിന് ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നത് ബ്ലാക്ക് കളറായിരിക്കും എൻ്റെ ഹോസ്, അതുപോലെ അസറ്റിലിൻ ഹോസിൻ്റെത് മെറൂൺ കളർ ആയിരിക്കും. ആ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അടുത്തതായിട്ട് റബ്ബർ ഹോസ് പൈപ്സ് ആൻഡ് കണക്റ്റേഴ്സ്. റബ്ബർ നമ്മൾ ഹോസ് കണക്ടർ ഉണ്ട്, അതുപോലെ പിന്നെ ഒരു പ്രൊട്ടക്ടേഴ്സ് ഉണ്ട്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. റബ്ബർ ഹോസസ് ആർ കണക്റ്റഡ് ടു റെഗുലേറ്റേഴ്സ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് യൂണിയൻസ്. അപ്പം റബ്ബർ ഹോസ് റെഗുലേറ്റർ കണക്ട് ചെയ്യാൻ വേണ്ടി യൂണിയൻ ചിത്രം നിങ്ങൾ മുകളിൽ നോക്കിയാൽ അറിയാൻ പറ്റും. ആ യൂണിയൻ്റെ മുകൾ ഭാഗത്താണ് ഹോസ് സാധാരണഗതിയിൽ ഘടിപ്പിക്കൽ. ആ ഹോസ് രൂപത്തിലാണ് ഘടിപ്പിക്കുന്നത്. These unions are right hand threaded for oxygen and left hand threaded for acetylene. ഈ യൂണിയൻ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ റൈറ്റ് ഹാൻഡ് ത്രെഡഡ് ആയിരിക്കും,
അതേപോലെ അസറ്റിലിന് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആയിരിക്കും. അറ്റ് ദി ബ്ലോ പൈപ്പ് എൻഡ് ഓഫ് ദ റബ്ബർ ഹോസസ് ആൻഡ് ഹോസ് പ്രൊട്ടക്ടേഴ്സ് ആർ ഫിറ്റഡ്. ഈ ബ്ലോ പൈപ്പിൻ്റെ അറ്റത്ത് എന്തുണ്ടാവും? റബ്ബർ ഹോസസും ഹോസ് പ്രൊട്ടക്ടേഴ്സും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് റബ്ബർ ഹോസസും ഹോസ് പ്രൊട്ടക്ടേഴ്സും ഇതിൽ മുകളിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് എന്താണ് ഹോസ് പ്രൊട്ടക്ടേഴ്സ് എന്ന് നോക്കാം. ആ ചിത്രം ശ്രദ്ധിക്കുക. ദി ഹോസ് പ്രൊട്ടക്ടേഴ്സ് ആർ ഇൻ ദി ഷേപ്പ് ഓഫ് ദി കണക്റ്റിംഗ് യൂണിയൻ ആൻഡ് ഹാവ് എ നോൺ റിട്ടേൺ ഡിസ്ക് ഫിറ്റഡ് ഇൻസൈഡ് ടു പ്രൊട്ടക്ട് ഫ്രം ദ ഫ്ലാഷ് ബാക്ക് ആൻഡ് ബാക്ക് ഫയർ ഡ്യൂറിങ് വെൽഡിങ്. അപ്പോൾ ഈ ഹോസ് പ്രൊട്ടക്ടേഴ്സ് ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ട് ഒരു നോൺ റിട്ടേൺ ഡിസ്ക്കാണ്. ചിത്രം ശ്രദ്ധിക്കുക. ഇതിലേക്ക് നമുക്ക് ഓക്സിജൻ സിലിണ്ടറിൽ നിന്ന് ഗ്യാസ് വെൽഡിംഗ് ടോർച്ചിലേക്ക് പോകുന്നു. എന്നാൽ വെൽഡിംഗ് ടോർച്ചിൻ്റെ അറ്റത്തുള്ള ഫ്ലെയിം, തീ ഒരിക്കലും ആ പൈപ്പിലൂടെ നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ല. തിരിച്ചു വന്നു കഴിഞ്ഞാൽ വലിയൊരു അപകടം ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ വൺ സൈഡിലേക്ക് മാത്രം പോകുന്ന ഒരു നോൺ റിട്ടേൺ വാൾവ് ഈ പ്രൊട്ടക്റ്റിൻ്റെ ഉള്ളിലുണ്ട്. ചിത്രം നോക്കിയാൽ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. നോൺ റിട്ടേൺ ഡിസ്ക് ഉണ്ട്. ആ ഒരു ഡിസ്ക് ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നോൺ റിട്ടേൺ ഡിസ്ക് ഫിറ്റഡ് ഇൻസൈഡ് ടു പ്രൊട്ടക്ട് ഫ്രം ഫ്ലാഷ് ബാക്ക് ആൻഡ് ബാക്ക് ഫയർ ഡ്യൂറിങ് വെൽഡിങ്. ഈ ഫ്ലാഷ് ബാക്കും ബാക്ക് ഫയറൊക്കെ വെൽഡിങ്ങിൻ്റെ അടുത്ത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത് സാധാരണഗതിയിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഹോസ് പ്രൊട്ടക്ടർ നോക്കി അറിയാൻ പറ്റും. ഇനി ബ്ലോ പൈപ്പ് ആൻഡ് നോസ്. ശ്രദ്ധിക്കാൻ ബ്ലോ പൈപ്പ് നിങ്ങൾ കാണാൻ പറ്റും. ബ്ലോ പൈപ്പിൻ്റെ വേറൊരു പേരാണ് ടോർച്ച്. Blow pipes are used to control and mix the oxygen and acetylene gases to the required proportion. ബ്ലോ പൈപ്പ് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഓക്സിജനും അസറ്റിലും മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ആ കറക്റ്റ് പ്രൊപ്പോർഷൻ മിക്സ് ചെയ്യാൻ വേണ്ടി. ഒരേപോലെയാണെങ്കിൽ ഒരേപോലെ, അല്ലെങ്കിൽ ഓക്സിജൻ കൂടുതലാണെങ്കിൽ കൂടുതൽ, അസറ്റിലിൻ കൂടുതലാണെങ്കിൽ കൂടുതൽ. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് നോക്കി അറിയാൻ പറ്റും. ഇതിൻ്റെ ഭാഗങ്ങൾ: ഹാൻഡിൽ, അസറ്റിലിൻ ഇൻലെറ്റ് കണക്ഷൻ, ഓക്സിജൻ ഇൻലെറ്റ് കണക്ഷൻ, അസറ്റിലിൻ കൺട്രോൾ വാൾവ്, ഓക്സിജൻ കൺട്രോൾ വാൾവ്, മിക്സിംഗ് ചേമ്പർ, നെക്ക് പൈപ്പ് വിത്ത് നോസ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഭാഗങ്ങൾ. എ സെറ്റ് ഓഫ് ഇൻ്റർചേഞ്ചബിൾ നോസിൽ ടിപ്സ് ഓഫ് ഡിഫറെൻറ്റ് സൈസസ് ഈസ് അവൈലബിൾ ടു പ്രൊഡ്യൂസ് സ്മാളർ ഓർ ബിഗ്ഗർ ഫ്ലെയിംസ്. ഇതിൻ്റെ ഫ്ലെയിമിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഇത് പല സൈസിലുള്ള നോസിൽ ടിപ്സ് ഇതിനുണ്ടായിരിക്കും. വലിയ ടിപ്പും ചെറിയ ടിപ്പൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പോൾ നമുക്ക് തിക്നെസ് കൂടിയ മെറ്റലാണെങ്കിൽ വലിയ ഹോളുള്ള നോസിൽ ഉപയോഗിക്കാം. തിക്നെസ് കുറഞ്ഞ മെറ്റലാണെങ്കിൽ ചെറിയ ഹോളുള്ള നോസിൽ ഉപയോഗിക്കാം. അത് നമ്പേഴ്സായിട്ടാണ് വരുന്നത്. നമ്പേഴ്സ് ശ്രദ്ധിക്കുക. 1, 2, 3, 5, 7 എന്ന് കാണാം. ഒന്നാമത്തെ ചെറിയ ഹോളുള്ള നോസിലാണ്, ഏഴാമത്തെ വലിയ ഹോളുള്ള നോസിലാണ്. ശ്രദ്ധിക്കുക. അടുത്തായിട്ട് ഇതിൻ്റെ സൈസാണ് പറയുന്നത്. ദ സൈസ് ഓഫ് ദി നോസിൽ വാരീസ് അക്കോർഡിംഗ് ടു ദ തിക്നെസ് ഓഫ് പ്ലേറ്റ്സ് ടു ബി വെൽഡഡ്. ഇതിൻ്റെ നോസിൻ്റെ സൈസ് ആ പ്ലേറ്റിൻ്റെ തിക്നെസ് വെച്ച് മാറിക്കൊണ്ടിരിക്കും. പ്രധാനമായിട്ട് 0.8 mm കനമുള്ള തിക്നെസ് ആണെങ്കിൽ നമ്മൾ നമ്പർ 1 നോസിലാണ് ഉപയോഗിക്കുന്നത്. 25 mm കനമുള്ള പ്ലേറ്റാണ് വെൽഡ് ചെയ്യണമെങ്കിൽ അതിന് നമ്മൾ 70 സൈസ് നോസിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ 1 എന്നുള്ള നോസിലിൻ്റെ ഹോൾ ചെറുതായിരിക്കും, 70 എന്നുള്ള നോസിലിൻ്റെ സൈസ് വലുതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് ഗ്യാസ് വെൽഡിംഗ് ആക്സിനെ കുറിച്ചാണ്. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. Okay, thanks.